C.M.A ട്രാവലിന് അടിപൊളി ഒരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന അടിപൊളി റെസിപ്പിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് മൈസൂർ പാക്ക് വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര വിലയാവും. നമുക്ക് എളുപ്പത്തിൽ ഒരു മൈസൂർ പാക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണ് മൈസൂർ പാക്ക്. പിന്നെ 4 ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഉടൻ തന്നെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നതാണ്. എല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കപ്പ് കടലമാവ്, 1 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് വെള്ളം, 55 ഗ്രാം നെയ്യ്, ഇത്രയും ചേരുവകൾ ഉപയോഗിച്ചാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കടലമാവ് ചീനിച്ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കുക. നല്ല മണം വരുന്നിടം വരെ നല്ലപോലെ നമ്മൾ കടലമാവ് ചീനിച്ചട്ടിയിലിട്ട് നല്ല രീതിയിൽ ചൂടാക്കുക. ഇങ്ങനെ നന്നായി നമ്മൾ ഇളക്കുക. ഇപ്പോൾ ചെറുതായിട്ട് മണം വന്നു. ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇത് നന്നായി ഇളക്കി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാക്കി എടുക്കാം. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി ഇത് യോജിപ്പിക്കാം. ഇനി ട്രേയിലേക്ക് നമുക്ക് ചേർക്കാം നല്ല രീതി. ഇതിനു മുമ്പ് ട്രേയിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് പുരട്ടി വെച്ചിരിക്കണം. ഇനി ഈ മൈസൂർ പാക്ക് നമുക്ക് നന്നായി കട്ട് ചെയ്യാം. നേരെ വേണ്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് വെക്കാം ആറാൻ. അപ്പോഴത്തേക്ക് നല്ല രൂപത്തിൽ കിട്ടും. മൈസൂർ പാക്ക് ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.